ഞാൻ എടുക്കാൻ പോകുന്നത് BA സോഷ്യോളജിക്കാരുടെ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രീൻ്റെ ഓഡിറ്റ് കോഴ്സാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് എ ഇനീഷ്യേറ്റീവ് ബൈ മേധ പട്കർ. മേധ പട്കറിൻ്റെ ഇനീഷ്യേറ്റീവാണ് എന്ത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി. ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി. ഫാൾ ഓഫ് എ സ്പാരോ. ഫാൾ ഓഫ് എ സ്പാരോ ആണ് ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലിയുടേത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, BNHS ഈസ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. BNHS എന്നൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്താണ്? മുംബൈ ആണ്. BNHS ഈസ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. നാലാമത്തെ ക്വസ്റ്റ്യൻ, E.O. Wilson's book which won the award for best book on environmental issues. E.O. Wilson's book which won the award for best book on environmental studies issues. ആൻസർ വരുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ആണ്. E.O. വിൽസൺ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ആണ് കേട്ടോ. ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, Earth provides enough to satisfy every man's need but not for every man's greed. Words by ഗാന്ധിജി. ഗാന്ധിജിയുടെ വേർഡാണ്. എർത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവറി മാൻസ് ഗ്രീഡ്. ഓക്കെ, നീഡ് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഗ്രീഡ് അല്ല എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് WWF. എക്സ്പാൻഡ് WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ ആണ് WWFൻ്റെ ഫുൾ ഫോം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹൂ പ്ലേഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹൂ പ്ലേഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്. ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഹൂ പ്ലേഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്. ഇന്ദിരാഗാന്ധിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യസ് മോസ്റ്റ് ഫേമസ് എൻവയോൺമെൻറ്റൽ ലോയർ. ഇന്ത്യയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ലോയർ ആരാണ്? MC മെഹ്തയാണ്. MC മെഹ്തയാണ് കേട്ടോ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, മാഗസിൻ ഓഫ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഈസ് നെയിംഡ് ആസ്. മാഗസിൻ ഓഫ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഈസ് നെയിംഡ് ആസ് ഹോൺബിൽ. ഹോൺബിൽ. ഓക്കെ, മാഗസിൻ ഓഫ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഈസ് നെയിംഡ് ആസ് ഹോൺബിൽ ആണ് കേട്ടോ. ഹോൺബിൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, The book Silent Spring was written by. The book Silent Spring was written by Rahel Carson ആണ്. രാഹേൽ കാർസൺ. ഓക്കെ, The book Silent Spring was written by രാഹേൽ കാർസൺ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദഹ്റാദൂൺ. ദഹ്റാദൂൺ. ഓക്കെ, ദഹ്റാദൂൺ അല്ല, ദഹ്റാദൂൺ. ഓക്കെ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദഹ്റാദൂൺ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദഹ്റാദൂൺ. ഓക്കെ, ദഹ്റാദൂൺ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്നാണെന്നുള്ളതാണ്. 5th ജൂണാണ്, എല്ലാവർക്കും അറിയാം. 5th ജൂണാണ് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് അവാർഡ് ഫോർ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഈസ് ഗിവൺ ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹൂസ് നെയിം ഈസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. The biggest award for environmental activities in India is given in the name of an individual in whose name is it constituted. ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെയാണ് the biggest award for environmental activities in India is given in the name of an individual in whose name is constituted. ഇന്ദിരാഗാന്ധിയുടെ നെയിമാണ് കേട്ടോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, all forms of water that comes down on earth including rain, snow, hail, etc. is known as. All forms of water that comes down on earth including rain, snow, hail, etc. is known as precipitation. Precipitation എന്നാണ് അതിനെ പറയാം കേട്ടോ. Precipitation എന്നാണ് എല്ലാ ഫോം ഓഫ് വാട്ടർ ദാറ്റ് കംസ് ഡൗൺ ഓൺ എർത്ത് ഇൻക്ലൂഡിങ് റെയിൻ, സ്നോ, ഹെയിൽ, അതിനെ പറയുന്ന പേരെന്താണ്? Precipitation. Precipitation. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, the ocean covers dash percentage of earth surface. 70 above ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 71% ആണെന്ന് ആലോചിക്കുക കേട്ടോ. ദ ഓഷ്യൻ കവേഴ്സ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫസ് ഇസ് 71%. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ സപ്പോർട്ട് ലൈഫ് ഇസ് നോൺ ആസ്. ദ പോർഷൻ ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ സപ്പോർട്ട് ലൈഫ് ഇസ് നോൺ ആസ്. നമ്മൾ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിലെ എർത്തിൻ്റെ പോർഷനെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ. ഓക്കെ, ബയോ മീൻസ് ലൈഫാണ്. അപ്പോൾ ബയോസ്ഫിയർ എന്ന് ആലോചിക്കുക കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ?
ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, വേർ വി സർവൈവ്. ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് വേർ വി സർവൈവ്. നമ്മൾ സർവൈവ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. ഓക്കെ, നമ്മൾ ലൈഫ് ജീവനുള്ള ഒരു സ്ഥലമാണ്. സോ ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വേർ വി സർവൈവ്, നമ്മൾ സർവൈവ് ചെയ്യുന്ന ഒരു പോർഷനാണ് ട്രോപ്പോസ്ഫിയർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെയിൻ എനർജി സോഴ്സ് ഫോർ ദ എൻവയോൺമെൻറ്റ് ഈസ്. ദ മെയിൻ എനർജി സോഴ്സ് ഫോർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളാർ എനർജിയാണ്. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയാണ്, അതിനാണ് സോളാർ എനർജി എന്ന് പറയാം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്താണ്? സോളാർ എനർജിയാണ് നമ്മുടെ മെയിൻ എൻവയോൺമെൻറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് UNCED? എന്താണ് UNCED എന്ന് പറയുന്നത്? യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ. കോൺഫറൻസ് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കോൺഫറൻസ് കഴിഞ്ഞിട്ട് എൻവയോൺമെൻ്റ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് ആലോചിക്കുക. ബാക്കിയുള്ള ഒന്നിലൊറ്റാണ് എൻവയോൺമെൻറ്റ് ഉള്ളത്, ഡേ ആണ് വരുന്നത്. അപ്പോൾ ഡേ ഉള്ളതല്ല. കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടെങ്കിൽ അതാണ് UNCEDൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് ബൈ. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ വെച്ചിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് ബൈ ഹൈഗ്രോമീറ്റർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏരിയ ടു വിച്ച് എ സ്പീഷീസ് ഈസ് ബയോളജിക്കലി അഡാപ്റ്റഡ് ടു ലിവ് ഈസ് നോൺ. The area to which a species is biologically adapted to live is on is habitat. Habitat എന്ന് പറയുന്നതാണ് വാസസ്ഥലമാണ്. ഓക്കെ, the area to which a species is biologically adapted to live, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ബയോളജിക്കൽ സ്പീഷീസ് അഡാപ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഹാബിറ്ററ്റ് ആണ് കേട്ടോ, ഹാബിറ്ററ്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റഡി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദിയർ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ്. സ്റ്റഡി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദിയർ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എക്കോളജി. സ്റ്റഡി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്, അതായത് ഓർഗാനിസംസിൻ്റെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൻ്റെയും ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് എക്കോളജി. സ്റ്റഡി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ പഠിക്കുന്നതാണ് എക്കോളജി എന്ന് പറയുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം എക്കോളജി വാസ് കോയിൻഡ് ബൈ. ദ ടേം എക്കോളജി ആരാണ് കോയിൻ ചെയ്തത്? ഏർണസ്റ്റ് ഹെക്കലാണ് കേട്ടോ. ഏർണസ്റ്റ് ഹെക്കലാണ്. എക്കോളജി ഈസ് കോയിൻഡ് ബൈ ഏർണസ്റ്റ് ഹെക്കൽ. ഓക്കെ, ഏർണസ്റ്റ് ഹെക്കലാണ് കേട്ടോ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അബയോട്ടിക് കോമ്പണൻറ്റ്. ഒരു അബയോട്ടിക് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്തത്, ബയോട്ടിക് അല്ലാത്തത്, അതാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. നമുക്കറിയാം അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ജീവനില്ല. അപ്പോൾ സോയിലിനാണ് ഇതിനകത്ത് ജീവനില്ലാത്തത്. പ്ലാന്റ്സിന് ജീവനുണ്ട്, അനിമൽസിന് ജീവനുണ്ട്, ബാക്ടീരിയക്ക് ജീവനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സോയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സോയിലാണ്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏരിയ ടു വിച്ച് എ സ്പീഷീസ് ഇസ് ബയോളജിക്കലി അഡാപ്റ്റഡ് ടു ലിവ് ഈസ് നോൺ. ദ ഏരിയ ടു വിച്ച് എ സ്പീഷീസ് ഇസ് ബയോളജിക്കലി അഡാപ്റ്റഡ് ടു ലിവ് ഈസ് നോൺ ഹാബിറ്ററ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നതാണ് ഹാബിറ്ററ്റ് ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇതിനകത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇതിനകത്ത് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനകത്ത് ഏതാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്? ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈസ് ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. 28ാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി അറ്റ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഓൺലി അറ്റ് ഓൾ സ്റ്റേജസ്. ഇതിനകത്തുള്ള എല്ലാ സ്റ്റേജിലും നമുക്ക് എന്താണ്? എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സ്കൂൾ സ്റ്റേജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡറി സ്കൂൾ സ്റ്റേജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, കോളേജ് സ്റ്റേജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേജിനകത്ത് എല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ സ്റ്റേജസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻസ് അപ് ടു എ ഹൈറ്റ് അബൌട്ട് 10,000 കിലോമീറ്റർ. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് 4 thermal layers: mesosphere, stratosphere, thermosphere and troposphere. The correct sequence of these layers starting from the surface of the Earth's upward is. ആൻസർ വരുന്നത് ബി ആണ്. അപ്പോൾ ബിയിലെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 4ാമതാണ് ഫസ്റ്റ് വരുന്നത്, ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴെ. അതിനുശേഷം 2ാമത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെ 3ാമതായിട്ട് വരുന്നത് മീസോസ്ഫിയർ ആണ്.
നാലാമതായിട്ട് വരുന്നതാണ് തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയർ ഏറ്റവും ലാസ്റ്റുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതാണ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മിസോസ്ഫിയർ ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് മുന്നേ വരുന്നത്, അത് ആലോചിക്കാം. അപ്പോൾ തൊട്ട് മുന്നേ വരുന്നതും അതുപോലെ തന്നെ ഫസ്റ്റിൽ വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്, രണ്ടാമത് വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്, പിന്നെ വരുന്നത് മീസോസ്ഫിയർ ആണ്. അപ്പോൾ മീസോസ്ഫിയർ ഏറ്റവും മിഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആലോചിക്കാം. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ബി ആണ് കേട്ടോ. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്ച്വൽ കോമ്പണൻറ്റ്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആർ എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് മാറ്റർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്ച്വൽ കോമ്പണൻറ്റ്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആർ എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് മാറ്റർ? അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ആണ് എന്ത്, കൺസെപ്ച്വൽ കോമ്പണൻറ്റ്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആർ എഫക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ട്രാൻസ്പോർട്ടേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ബയോസ്ഫിയർ എന്ന് പറയുന്നത് ദ തിൻ ഷെൽ ഓഫ് ഓർഗാനിക് മാറ്റർ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് കംപ്രൈസിങ് ഓഫ് ഓൾ ദ ലിവിങ് തിങ്സ് ആണ് കേട്ടോ. ദ തിൻ ഷെൽ ഓഫ് ദ ഓർഗാനിക് മാറ്റർ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് കംപ്രൈസിങ് ഓഫ് ഓൾ ദ ലിവിങ് തിങ്സ്, അതിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് തിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഫിയർ ആണ്. അതുപോലെ തന്നെ തിൻ ഷെല്ലാണ് ഓഫ് ഓർഗാനിക് മാറ്റർ ആണ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് കംപ്രൈസിങ് ഓഫ് ഓൾ ദ ലിവിങ് തിങ്സ്. ഓക്കെ. 32ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്ച്വൽ സ്ഫിയർ ഓഫ് ദ എൻവയോൺമെൻറ്റ് ഈസ് ഹാവിംഗ് ദ ലാസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മാറ്റർ? ഇതിനകത്ത് ഏത് കൺസെപ്ച്വൽ സ്ഫിയർ ആണ് ഓഫ് എൻവയോൺമെൻറ്റ് ഈസ് ഹാവിംഗ് ദ ലാസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മാറ്റർ? അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ ആണ് ദ കൺസെപ്ച്വൽ സ്ഫിയർ ഓഫ് ദ എൻവയോൺമെൻറ്റ് ഈസ് ദ ഹാവിംഗ് ദ ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മാറ്റർ. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മാറ്റർ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ, അന്തരീക്ഷമാണ്. ഓക്കെ. 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദ ഹൈഡ്രോസ്ഫിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദ ഹൈഡ്രോസ്ഫിയർ? ആൻസർ വരുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ പൊല്യൂഷൻ ആണ് കേട്ടോ. വാട്ടർ പൊല്യൂഷൻ ആണ്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ നമ്മളൊരു ഹൈഡ്രോസ്ഫിയറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ. 34ാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ഒക്കേഴ്സ് ഇൻ ദ എർത്ത്സ്? വെദർ ഒക്കേഴ്സ് ചെയ്യുന്നത് എർത്തിൽ ഏത് സർഫസിലാണ്? ട്രോപ്പോസ്ഫിയറിനകത്താണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിനകത്താണ് വെദർ ഒക്കർ ചെയ്യുന്നത്, ട്രോപ്പോസ്ഫിയറിലാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ബയോസ്ഫിയർ ഈസ് എ ടേം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ? ബയോസ്ഫിയർ എന്ന ടേം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എ സ്മോൾ സോൺ ഓഫ് എർത്ത് വേർ ദ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ കം ഇൻ കോണ്ടാക്ട് വിത്ത് വൺ അനദർ. ഇവ മൂന്നും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമായിട്ടാണ് ബയോസ്ഫിയറിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു സ്മോൾ സോൺ ഓഫ് എർത്താണ്. ഓക്കെ. ഒരു സ്മോൾ സോൺ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു ആൻസർ മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓർത്ത് വെക്കുക. എ സ്മോൾ സോൺ ഓഫ് എർത്ത് വേർ ദ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ വൺ അനദർ. ഓക്കെ. അതാണ് ആൻസർ വരുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം എക്കോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? ഹെക്കലാണ് കേട്ടോ. എക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഹേക്കലാണ് കേട്ടോ, ഹേക്കലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എക്കോളജി? ദ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എക്കോളജി. നമ്മൾ ഇൻട്രാക്ഷൻ ആണ് ലിവിങ് തിങ്സും. ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? എക്കോളജി. ഇൻട്രാക്ഷൻ ഓഫ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എക്കോളജി. ഓക്കെ. 38ാമത്തെ ക്വസ്റ്റ്യൻ, an ecosystem consists of? ഒരു എക്കോസിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ്, ആനിമൽസ്, ഡീകമ്പോസേഴ്സ് ആൻഡ് അബയോട്ടിക് എൻവയോൺമെൻറ്റ്. ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആനിമൽസ്, ഡീകമ്പോസേഴ്സ് ആൻഡ് അബയോട്ടിക് എൻവയോൺമെൻറ്റ്, ഇതിനെയാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന കൺസിസ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആനിമൽസ്, ഡീകമ്പോസേഴ്സ് ആൻഡ് അബയോട്ടിക് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ. ഈ 4 കാര്യങ്ങളാണ് ഒരു രീതിയിൽ വേണ്ടത്. അപ്പോൾ ഇത്രയൊരു ലൈനായിട്ടുള്ള ഒരു ആൻസർ വരുന്ന ഒരു ആൻസറാണ് കൊടുക്കേണ്ടത് കേട്ടോ. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് 4 കൺസിസ്റ്റ് ഓഫ് 4 കോമ്പണൻസ് ആണുള്ളത്. ഗ്രീൻ പ്ലാന്റ്സ്, ആനിമൽസ്, ഡീകമ്പോസേഴ്സ് ആൻഡ് അബയോട്ടിക് എൻവയോൺമെൻറ്റ്. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ദ എൻവയോൺമെൻറ്റ് വിച്ച് ഹാസ് ബീൻ മോഡിഫൈഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈസ് കോൾഡ്? The environment which has been modified by human activities is called anthropogenic environment. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണ്. ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആന്ത്രോപോളജി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സ്റ്റഡീസ് ആണ്. അപ്പോൾ ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്
പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആന്ത്രോപോജനിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, ആന്ത്രോ എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് എടുക്കാം, ആന്ത്രോപോജനിക് എൻവയോൺമെൻറ്റ്. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് സത്യമല്ലാത്തത്? എനർജി ഈസ് റീസൈക്കിൾഡ് ഇൻ ആൻ എക്കോസിസ്റ്റം. എനർജി ഈസ് റീസൈക്കിൾഡ് ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ട്രൂ അല്ല. ഓക്കെ, ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എനർജി ഈസ് റീസൈക്കിൾഡ് ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് സോളാർ എനർജി. ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് സോളാർ എനർജിയാണ് കേട്ടോ. സോളാർ എനർജിയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ എനർജിയാണ്, അതായത് സൺലൈറ്റിൻ്റെ എനർജിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ സ്പീഡിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം അടുത്ത 2-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 500-ലധികം അല്ല 400-ലധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. വീഡിയോ നമുക്ക് ചുരുക്കാൻ പറ്റുന്ന അത്രത്തോളം ചുരുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ച് സ്പീഡാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 42ാമത്തെ ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം കൺസ്റ്റിറ്റ്യൂട്ട്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം കൺസ്റ്റിറ്റ്യൂട്ട് ബോത്ത് ഓഫ് ദീസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ബയോട്ടിക് സ്ട്രക്ചറും അബയോട്ടിക് സ്ട്രക്ചറും പറയുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോട്ടിക് സ്ട്രക്ചറിൻ്റെയും അബയോട്ടിക് സ്ട്രക്ചറിൻ്റെയും എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെയും ഒരുമിച്ച് ചേരലാണ് ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. കോമ്പണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ രണ്ടും വരും. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബയോട്ടിക് കോമ്പണൻറ്റ് ഓഫ് ദ എക്കോസിസ്റ്റം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബയോട്ടിക് കോമ്പണൻറ്റ് ഓഫ് ദ എക്കോസിസ്റ്റം? ഹ്യൂമസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബയോട്ടിക് കോമ്പണൻറ്റ്, ഒരു ബയോട്ടിക് അല്ലാത്തത്, അതായത് നിർജീവമായത്, ജീവനില്ലാത്തത്, അതിനെ പറയുന്നത് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു അബയോട്ടിക് കോമ്പണൻറ്റ് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹ്യൂമസ്. ബാക്ടീരിയ അല്ല, പ്ലാന്റ്സ് അല്ല, ഫഞ്ചൈ അല്ല, അപ്പോൾ ഹ്യൂമസ് ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോസിബിൾ പ്രൊഡ്യൂസർ ഇൻ ആൻ എക്കോസിസ്റ്റം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോസിബിൾ പ്രൊഡ്യൂസർ ഇൻ ആൻ എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റം എന്നത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് നമ്മുടെ എർത്തിൽ വരുന്ന എല്ലാത്തിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓർഗാനിസംസ് വിച്ച് നീഡ് ഓൺ ഡെഡ് ഓർഗാനിസംസ് ആൻഡ് excreta of living organisms are known decomposers. The organisms which feed on dead organisms and excreta of living organisms are known as decomposers. ആണോ. The organisms which feed on dead organisms and excreta of living organisms are known as decomposers. Okay, decomposers ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, എ ട്രോഫിക് ലെവൽ റെഫേഴ്സ് ടു. ഒരു ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ആൻ ഓർഗാനിസംസ് പൊസിഷൻ ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു ഓർഗാനിസംസിൻ്റെ പൊസിഷൻ ഇൻ ആൻ എക്കോസിസ്റ്റമാണ് ഒരു ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഒരു ഓർഗാനിസംസിൻ്റെ ഒരു പൊസിഷൻ ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു പൊസിഷനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ട്രോഫിക് ലെവൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫുഡ് ചെയിൻ ആനിമൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ. ഒരു ഫുഡ് ചെയിനകത്ത് ആനിമൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ട്രോഫിക് ലെവലാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ട്രോഫിക് ലെവലിനകത്താണ് ഒരു ഫുഡ് ചെയിൻ ആനിമൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു ഫുഡ് ചെയിൻ ആനിമൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻ്റർമീഡിയറ്റ് ട്രോഫിക് ലെവലിലാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ട്രോഫിക് ലെവലിനകത്താണ് ആനിമൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫുഡ് ചെയിൻ ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ dead producers is called. The food chain in which microorganisms break down dead producers is called detritus food chain. Okay, detritus food chain. Okay, detritus food chain. ഒരു ഫുഡ് ചെയിൻ ആണ് ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഡെഡ് പ്രൊഡ്യൂസേഴ്സ് ഈസ് കോൾഡ്. ഒരു മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ഡെഡ് പ്രൊഡ്യൂസേഴ്സ് ഈസ് കോൾഡ് ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഇങ്ങനെ ഒരു ആൻസർ വരികയാണെങ്കിൽ അത് കൊടുക്കാം, ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഓക്കെ, 49ാമത്തെ ക്വസ്റ്റ്യൻ, ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസർ. ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസറിലാണ് കേട്ടോ. ഫുഡ് ചെയിൻ സ്റ്റാർട്ട് വിത്ത് പ്രൊഡ്യൂസർ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫുഡ് ചെയിൻ ഹ്യൂമൻസ് ആർ. ഒരു ഫുഡ് ചെയിനകത്ത് ഹ്യൂമൻസ് എവിടെയാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ബോത്ത്. പ്രൈമറിയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനകത്തും രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ബോത്ത്. ഒരു ഫുഡ് ചെയിനകത്ത് ഹ്യൂമൻസ് വരുന്നത് എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ബോത്ത് ആണ് കേട്ടോ ആൻസർ വരുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫുഡ് ചെയിൻ? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഫുഡ് ചെയിൻ? ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, ഫിഷ്.
ഇതാണ് കറക്റ്റ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, ഫിഷ്. ഓക്കെ, ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ആലോചിക്കാം. ഒരു ഫൈറ്റോ പ്ലാങ്ക്ടൺ ഫസ്റ്റ് വരുന്ന ഒരു ആൻസറാണെന്ന് ആലോചിക്കാം. അതിൽ സൂ പ്ലാങ്ക്ടൺ, ഫിഷ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ ആൻഡ് ഫിഷ്. ഓക്കെ, ആൻസർ അതാണ് വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫുഡ് വെബ് കൺസിസ്റ്റ് ഓഫ്. ഒരു ഫുഡ് വെബ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർലോക്കിംഗ് ഫുഡ് ചെയിൻ ആണ്. ഇൻ്റർലോക്കിംഗ് ഫുഡ് ചെയിൻ ആണ്. ഒരു ഫുഡ് വെബ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർലോക്കിംഗ് ഫുഡ് ചെയിൻ ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഫുഡ് വെബ്സ് ആർ ഇൻ്റർ കണക്റ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫുഡ് ചെയിൻ ആണ് കേട്ടോ. ഇൻ്റർ കണക്റ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫുഡ് ചെയിൻ ആണ് ഫുഡ് വെബ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻ്റർ കണക്റ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫുഡ് ചെയിൻ. ഒരു ഇൻ്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻസർ വരും. വെബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെബ് എന്ന് പറഞ്ഞാൽ. ഒരു ചെങ്ങല പോലെയാണ്. അപ്പോൾ ഫുഡ് വെബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഒരു ഫുഡ് ചെയിനിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് കണക്റ്റഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യൻ. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഗിവൺ ബൈ. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഗിവൺ ബൈ എൽട്ടൺ ആണ് കേട്ടോ. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഗിവൺ ബൈ എൽട്ടൺ. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഗിവൺ ബൈ എൽട്ടൺ ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ആൾവേസ് അപ്രൈറ്റ്. ഇതിനകത്ത് ഏത് എക്കോളജിക്കൽ പിരമിഡാണ് അപ്രൈറ്റിലേക്ക് മാത്രം പോകുന്നത്? ആൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജിയാണ്. വിച്ച് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ആൾവേസ് അപ്രൈറ്റ് ഈസ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജിയാണ് എപ്പോഴും അപ്പിലേക്ക് പോകാമെന്ന് ആലോചിക്കുക കേട്ടോ. പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഗിവൺ ബൈ എൽട്ടൺ. ഓക്കെ, പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എൽട്ടൺ ആണ് നമുക്ക് തരുന്നത്. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ. എൻ എക്കോളജിക്കൽ പിരമിഡ് റെഫേഴ്സ് ടു. ഒരു എക്കോളജിക്കൽ പിരമിഡ് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ഓൾ ഓഫ് ദ എബോവ് ആണ്. പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്. ഈ 3 കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? എക്കോളജിക്കൽ പിരമിഡ് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ. എൻ എക്കോ സിസ്റ്റം മേ നോട്ട് അണ്ടർഗോ ചേഞ്ചസ്. ഒരു എക്കോസിസ്റ്റം മേ നോട്ട് അണ്ടർഗോ ചേഞ്ചസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്. ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാസിസിനകത്താണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാസിസിനകത്താണ് വരുന്നത്. ഒരു എക്കോസിസ്റ്റത്തിനെ മേ നോട്ട് അണ്ടർഗോ ചേഞ്ചസ്, ഒരു ചേഞ്ചസിലേക്ക് വരാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഒരു ഹോമിയോസ്റ്റാസിസിനകത്താണ് അത് പോകുന്നത്, അതുകൊണ്ടാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. എനർജി ഫ്ലോ ഇൻ എൻ എക്കോസിസ്റ്റം ഈസ് ആൾവേസ് യൂണിഡിറക്ഷണൽ. എനർജി ഫ്ലോ ഇൻ എൻ എക്കോസിസ്റ്റം ആൾവേസ് യൂണിഡിറക്ഷൻ. ഒരേ ഡിറക്ഷനിലാണ് അത് പോകുന്നത്. അപ്പോഴിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂണിഡിറക്ഷനിലേക്കാണ് എപ്പോഴും എനർജി ഫ്ലോ എന്ത് ചെയ്യുന്നത്? എക്കോസിസ്റ്റത്തിനകത്ത് സംഭവിക്കുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇൻ എ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആർ. ഒരു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇൻ എ ഫോറസ്റ്റ് എക്കോസിസ്റ്റംസ് ആർ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് ട്രീസും പ്ലാന്റ്സും ആണ് ഒരു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇൻ എ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. 60ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡെസേർട്ട് എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ കോൾഡ് ഡെസേർട്ട് ഈസ്. ദ ഡെസേർട്ട് എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ കോൾഡ് ഡെസേർട്ട് ഈസ്. മജാവ ഡെസേർട്ടാണ് കേട്ടോ. മജാവ ഡെസേർട്ട്. ഇങ്ങനെ ഒരു ഡെസേർട്ടിനെ കുറിച്ച് ചോദിക്കുകയാണ്. ദ ഡെസേർട്ട് എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ മജാവ ഡെസേർട്ട് ആലോചിക്കാം. മജാവ ഡെസേർട്ട്. ഓക്കെ, 61ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാർക്കർ സോൺ ഇൻ ലേക്സ് വെർ ലൈറ്റ് പെനട്രേഷൻ ഈസ് negligible is called. The darker zone in lakes where light penetration is negligible is called the benthic zone. Benthic zone. The darker zone in lakes where light penetration is negligible is called the benthic zone. Benthic zone. The darker zone in lakes where light penetration is negligible is called benthic zone. Benthic zone. ഡാർക്ക് സോൺ എന്ന് പെനട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ വരുന്നത് എന്താണ്? ബെന്തിക് സോൺ ആണ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. ദ സോൺ ഓഫ് എ സീ ലൈങ് ഓവർ ദ കോണ്ടിനെൻ്റൽ ഷെൽഫ് ഈസ് നോൺ ആസ് ദ നെരീറ്റിക് സോൺ. ദ സോൺ ഓഫ് എ സീ ലൈങ് എന്ന് പറഞ്ഞിട്ട് ഓവർ ദ കോണ്ടിനെൻ്റൽ ഷെൽഫ് ഈസ് നോൺ ആസ് നെരീറ്റിക് സോൺ. നെരീറ്റിക്. അപ്പോൾ നീരെന്നൊക്കെ ആലോചിക്കുക. സോൺ ഓഫ് സീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീ ലൈങ് ഓവർ ദ കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീക്കകത്ത് നമ്മൾ വെള്ളമൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ നീര് എന്ന് ആലോചിക്കുക. നീര്. അപ്പോൾ നെരീറ്റിക് സോൺ എന്ന് പറയാം. ഓക്കെ, നെരീറ്റിക് സോൺ. 63ാമത്തെ ക്വസ്റ്റ്യൻ. ടെൻഡൻസി ഓഫ് പൊല്യൂട്ടൻസ് ടു ബിക്കം കോൺസെൻട്രേറ്റഡ് ഇൻ സക്സസീവ് ട്രോഫിക് ലെവൽ ഈസ് നോൺ ആസ്. Tendency of pollutants to become concentrated in successive trophic level is known as biomagnification. Biomagnification ആണ് tendency of pollutants to become concentrated in a successive trophic level is known as biomagnification.
അതൊരു ബയോമാഗ്നിഫിക്കേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ബയോമാഗ്നിഫിക്കേഷൻ. 64ാമത്തെ ക്വസ്റ്റ്യൻ, യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ റിസൾട്ട് ഓഫ് അക്യുമുലേഷൻ ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡിക്കകത്ത് അക്യുമുലേഷൻ ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ ഒരു അക്യുമുലേഷനാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ. ഓക്കെ, ദ റിസൾട്ട് ഓഫ് അക്യുമുലേഷൻ ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ബോഡീസ്. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ ഫൗണ ആൻഡ് ഡിക്രീസ് ഇൻ ഫ്ലോറ would be harmful due to increase in CO, carbon monoxide, CO. Okay, increase in fauna and decrease in flora could be harmful due to increase in CO. 66ാമത്തെ ക്വസ്റ്റ്യൻ, the largest reservoir of nitrogen in our planet is. The largest reservoir of nitrogen. The largest reservoir of nitrogen in our planet is atmosphere. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് റിസർവോയർ ഓഫ് നൈട്രജൻ ഇൻ അവർ പ്ലാനറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിനകത്താണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, 67ാമത്തെ ക്വസ്റ്റ്യൻ, ഓവർ ഗ്രേസിംഗ് റിസൾട്ട് ഇൻ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷന് കാരണമാകും. ഓവർ ഗ്രേസിംഗ് എന്തിനേക്ക് നയിക്കും? സോയിൽ ഇറോഷനിലേക്ക് നയിക്കും. ഓക്കെ, ഓവർ ഗ്രേസിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ സോയിൽ ഇറോഷൻ എന്ന് ആലോചിക്കാം. ഓക്കെ, 68ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സർവീസസ് ഔട്ട്പുട്ട് ഇന്ത്യ ഈസ് 15. ഓക്കെ, ഇൻ സർവീസസ് ഔട്ട്പുട്ട് ഇന്ത്യ ഈസ് 15. ഓക്കെ, 15 എന്നുള്ളൊരു ആൻസർ ആലോചിക്കും. 69ാമത്തെ ക്വസ്റ്റ്യൻ, സ്മോഗ് ഈസ് എ മിക്സ്ചർ ഓഫ്. സ്മോഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ മിക്സ്ചറാണെന്നാണ് ചോദിക്കുന്നത്? സ്മോക്ക് ആൻഡ് ഫോഗ്. ഓക്കെ, സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക് ആലോചിക്കാം, ഫോഗ് നമുക്കറിയാം, ഫോഗ്. അപ്പോൾ സ്മോക്ക് എന്ന് ആലോചിക്കുക, അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ സ്മോക്ക് ആൻഡ് ഫോഗാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, 70ാമത്തെ ക്വസ്റ്റ്യൻ, എ ലിക്വിഡ് ഫ്യൂവൽ ദാറ്റ് വാസ് ഫോംഡ് ഫ്രം ദ ആൻഷ്യൻ്റ് റിമൈൻസ് ഓഫ് സീ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ്. എ ലിക്വിഡ് ഫ്യൂവൽ that was formed from the ancient remains of sea plants and animals is petroleum. പെട്രോളിയമാണ് ഒരു പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പണ്ടുള്ള ഒരു എന്താ പറയുക, ഭൂമിയിൽ ലയിച്ചു പോയതിൻ്റെ ഭാഗമായിട്ടുണ്ടായതുള്ള പെട്രോളിയം എന്ന് പറയാം. ഓക്കെ, ലിക്വിഡ് ഫ്യൂവലാണ്. ദാറ്റ് വാസ് ഫോംഡ് ഫ്രം ദ ആൻഷ്യൻ്റ് റിമൈൻസ്. പഴയ കാലത്ത് റിമൈൻ ആയിട്ടുള്ള സീ പ്ലാന്റ്സും ആനിമൽസിൻ്റെ റിമൈൻ ബാക്കിയുള്ള കാര്യങ്ങളാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ, എ പോയിസണസ് ഗ്യാസ് ഗിവൺ ഔട്ട് ഓഫ് വെഹിക്കിൾസ് എക്സ്ഹോസ്റ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. ഒരു പോയിസണസ് ഗ്യാസ് ആണ് ഗിവൺ ഔട്ട് ഓഫ് ദ വെഹിക്കിൾസ് എക്സ്ഹോസ്റ്റഡ് ഈസ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ഒരു പോയിസണസ് ഗ്യാസ് ആണ് ഗിവൺ ഔട്ട് ഫോർ ദ വെഹിക്കിൾസ് എക്സ്ഹോസ്റ്റ് കാർബൺ മോണോക്സൈഡ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ്. ഒരു പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. നമുക്ക് ഓക്സിജൻ തരുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. അപ്പോൾ പ്ലാന്റ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് 79% നൈട്രജൻ ആൻഡ് 21% ഓക്സിജൻ ബൈ വെയ്റ്റ്. അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് 79% നൈട്രജൻ ആൻഡ് 21% ഓഫ് ഓക്സിജൻ ബൈ വെയ്റ്റ് ആണ് കേട്ടോ. ബൈ വെയ്റ്റ് ആണ്, ബാക്കിയൊന്നുമല്ല, വെയ്റ്റ് ആണ്, വോളിയം അല്ല, ഡെൻസിറ്റി അല്ല. സോ വെയ്റ്റ് ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ബയോഗ്യാസ് കണ്ടെയ്ൻസ് മെയിൻലി മീഥെയിൻ ആണ്. ബയോഗ്യാസ് കണ്ടെയ്ൻസ് മെയിൻലി മീഥെയിൻ. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ഡയോക്സൈഡ് കൺസ്റ്റിറ്റ്യൂട്ട്സ് അബൌട്ട് 0.03% ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബൈ വോളിയം ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് കൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 0.03% ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബൈ വോളിയം. വോളിയം എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഒരു കോമ്പൗണ്ടാണ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അതൊരു ബൈ വോളിയത്തിലാണ് വരിക. ഓക്കെ, 76ാമത്തെ ക്വസ്റ്റ്യൻ, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദ ഹൈഡ്രോസ്ഫിയർ കോസ്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദ ഹൈഡ്രോസ്ഫിയർ കോസ് വാട്ടർ പൊല്യൂഷൻ ആണ്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഹൈഡ്രോസ്ഫിയറിന് എന്ത് മാറ്റം വരുത്താം? വാട്ടർ പൊല്യൂഷൻ വരും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. അപ്പോൾ ഹൈഡ്രോസ്ഫിയറിൽ എന്താ വരിക? വാട്ടർ പൊല്യൂഷനാണ് വരിക. 77ാമത്തെ ക്വസ്റ്റ്യൻ, എനർജി ഫ്രം ദ ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത് ഈസ്. എനർജി ഫ്രം ദ ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത് ഈസ് ജിയോ തെർമൽ ആണ് കേട്ടോ. ജിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയാണ്, തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താൽ ജിയോ തെർമൽ എന്ന് പറയാം. എനർജി ഫ്രം ദ ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത് ഈസ് ജിയോ തെർമൽ. ഓക്കെ, 78ാമത്തെ ക്വസ്റ്റ്യൻ,
Energy in the rays from the sun is called solar energy. Energy in the rays from the sun is called solar energy. ഒരു സണ്ണിൽ നിന്ന് വരുന്ന റേസിൽ നിന്ന് വരുന്ന എനർജിയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ, എൻവയോൺമെൻറ്റ് ഈസ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ എബോവ് ആണ്. എൻവയോൺമെൻറ്റ് ഈസ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് എയർ, വാട്ടർ, ലാൻഡ്, ഇതെല്ലാമാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഈസ് ദ സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ. 80ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്റ്റെൻസീവ് പ്ലാന്റിംഗ് ഓഫ് ട്രീസ് ടു ഇൻക്രീസ് കവർ ഈസ് കോൾഡ്. Extensive planting of trees to increase cover is called afforestation. Afforestation ആണ് കേട്ടോ. Afforestation ആണ്. Extensive planting of trees to increase cover is called afforestation. Afforestation ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആർ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. ഫോറസ്റ്റും വൈൽഡ് ലൈഫും എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. റിന്യൂവബിൾ റിസോഴ്സസ് ആണ് കേട്ടോ. ഫോറസ്റ്റും വൈൽഡ് ലൈഫും എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, ഫോറസ്റ്റ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ബൈ ബൈൻഡിങ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ദെയർ റൂട്ട്സ്. ഫോറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് സോയിൽ ഇറോഷനെ ബൈ ബൈൻഡിങ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ദെയർ റൂട്ട്സ്. അവരുടെ റൂട്ട്സിലാണ് കേട്ടോ. റൂട്ട്സ് എന്നാലോചിക്കുക. ഫോറസ്റ്റ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ബൈ ബൈൻഡിങ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ദെയർ റൂട്ട്സ് ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് ഹോൾ ഇൻ ഓസോൺ ഈസ് മാക്സിമം ഓവർ അന്റാർട്ടിക്ക. ഓക്കെ, അന്റാർട്ടിക്കയിലാണ്. ഫോർമേഷൻ ഓഫ് ഹോൾ ഇൻ ഓസോൺ ഈസ് മാക്സിമം ഓവർ അന്റാർട്ടിക്ക. ഓക്കെ. 84ാമത്തെ ക്വസ്റ്റ്യൻ, ഫോസിൽ ഫ്യൂവൽ ആൻഡ് മെറ്റാലിക് മിനറൽസ് ആർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. ഫോസിൽ ഫ്യൂവലും മെറ്റാലിക് മിനറൽസും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഫോസിൽ ഫ്യൂവലും മെറ്റാലിക് മിനറൽസും ഒക്കെ കേട്ടോ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് ലിങ്ക്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ലിങ്ക് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. അതല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് നമ്മുടെ എർത്ത് സർഫസിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് ലിങ്ക്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. In our country, the percentage of land under forest is about 21.54% ആണ്. In our country, the percentage of land under forest is about 21.54% ആണ് കേട്ടോ. 87ാമത്തെ ക്വസ്റ്റ്യൻ, in respect of water crisis, there have been conflicts or disputes between two countries or states of the same country. Which of the following has never been the case of water conflict? In respect of water crisis, there have been conflicts or disputes between two countries or states of the same country. Which of the following has never been the case of water conflict? Answer വരുന്നത് canal dispute between Punjab and Haryana. Canal dispute between Punjab and Haryana ആണ്. ആൻസർ വരുന്നത് canal dispute between Punjab and Haryana. 88ാമത്തെ ക്വസ്റ്റ്യൻ, instrumentation technology used to locate suitable places for mining. Instrumentation of technology used to locate suitable places for mining is GIS ആണ് കേട്ടോ. ഗിസ് എന്നാലോചിക്കുക. GIS. 89ാമത്തെ ക്വസ്റ്റ്യൻ, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാടു. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. കർണാടകയും തമിഴ്നാടുമാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. കർണാടക ആൻഡ് തമിഴ്നാടുമാണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ, K3 രാജസ്ഥാൻ ഈസ് ഫേമസ് ഫോർ. K3 രാജസ്ഥാൻ ഈസ് ഫേമസ് ഫോർ കോപ്പർ മൈൻസ്. കോപ്പർ മൈൻസ് ആണ് കേട്ടോ. K3 രാജസ്ഥാൻ ഈസ് ഫേമസ് ഫോർ കോപ്പർ മൈൻസ് ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ആസിഡ് റെയിൻ ഈസ് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. മെയിൻ സോഴ്സ് ഓഫ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. 92ാമത്തെ ക്വസ്റ്റ്യൻ, മേജർ കൺസ്യൂമർ ഓഫ് വുഡ് ഫ്രം ഫോറസ്റ്റ് ഈസ് പേപ്പർ ഇൻഡസ്ട്രി. മേജർ കൺസ്യൂമർ ഓഫ് വുഡ് ഫ്രം ഫോറസ്റ്റ് ഈസ് പേപ്പർ ഇൻഡസ്ട്രി. മേജർ കൺസ്യൂമർ ഓഫ് വുഡ് ഫ്രം ഫോറസ്റ്റ് ഈസ് പേപ്പർ ഇൻഡസ്ട്രി ആണ് കേട്ടോ. പേപ്പർ ഇൻഡസ്ട്രി. 93ാമത്തെ ക്വസ്റ്റ്യൻ, മോയ്സ്ചർ ഇൻ ദ എയർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി. മോയ്സ്ചർ ഇൻ ദ എയർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ കൺട്രി വിച്ച് വെർച്വലി ക്ലോസ്ഡ് cod fishery in the 1990s due to depletion of fish reserves. കാനഡയാണ്. നെയിം ദ കൺട്രി വിച്ച് വിർച്വലി ക്ലോസ്ഡ് cod fishery in 1990s due to depletion of fish reserves is കാനഡയാണ് കേട്ടോ. വിർച്വലി ക്ലോസ്ഡ് ആണ് cod fishery in 1990s due to depletion of fish reserves is കാനഡ.
95 തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ഫിനാൻഷ്യൽ ഏജൻസി വിച്ച് hesitate to support the Sardar Sarovar project in India in 1993, a result of the demands of local people threatened with the loss of their livelihood and homes in the submergence area. വേൾഡ് ബാങ്ക് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ഏജൻസി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക ആൻസർ വരുന്നത് വേൾഡ് ബാങ്ക് ആണ്. ഇങ്ങനെ ഒരു ഒറ്റ ക്വസ്റ്റിനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ വേൾഡ് ബാങ്ക് ആണ് ആൻസർ വരുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ നൈട്രജൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അബൌട്ട് 78% ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബൈ വോളിയം ആണ് കേട്ടോ. നൈട്രജൻ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 78% ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നൈട്രജൻ എന്ന് പറയുന്നത് N2 ആണ് കേട്ടോ. നൈട്രജൻ എപ്പോഴും N2 ആണ്. അപ്പോൾ അത് ബൈ വോളിയമായിട്ടാണ് അത് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റയ്ക്കല്ല നിലനിൽക്കുന്നത്. അപ്പോൾ N2 എന്ന് പറഞ്ഞിട്ടാണ് നിലനിൽക്കുക. അപ്പോൾ അത് വോളിയമായിട്ടാണ് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് 78% ആയിട്ട് നിലനിൽക്കുന്നത്. 97ാമത്തെ ക്വസ്റ്റ്യൻ നോയ്സ് ഈസ് മെഷേർഡ് ബൈ സൗണ്ട് മീറ്റർ ആൻഡ് ദ യൂണിറ്റ് ഈസ് ഡെസിബിൾ ആണ്. നോയ്സ് എന്ന് പറയുന്നത് ഒരു മെഷർ ചെയ്യുന്നത് സൗണ്ട് മീറ്റർ വെച്ചിട്ടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബിൾ ആണ് കേട്ടോ. സൗണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ഡെസിബിൾ ആണ്. സൗണ്ട് മെഷർ ചെയ്യുന്നത് മീറ്ററാണ്. ഓക്കെ, സൗണ്ട് മീറ്ററാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബിൾ ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ഇന്ത്യ സീരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഈസ് ഫോറസ്റ്റ് ഡിഗ്രേഡേഷൻ ആണ്. വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ഫോറസ്റ്റ് ഡിഗ്രേഡേഷൻ? ടിമ്പർ എക്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. ടിമ്പർ എക്സ്ട്രാക്ഷൻ ആണ് നമ്മുടെ ഒരു ഫോറസ്റ്റ് ഡിഗ്രേഡേഷൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ടിമ്പർ എക്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ടിമ്പർ എക്സ്ട്രാക്ഷൻ. 99ാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഓസോൺ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? 16th സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 16-നാണ് ഓസോൺ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, 100ാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ അംബ്രല്ല ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? ഓസോൺ അംബ്രല്ല ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിനകത്താണെന്നാണ് ചോദിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയറിനകത്താണ്. ഓസോൺ അംബ്രല്ല ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. ഓസോൺ അംബ്രല്ല എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിനകത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.